വെൽക്കം ടു ദി ക്ലാസ്. ഇന്ന് 5 ഇയർ പ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ പഞ്ചവത്സര പദ്ധതികളും വരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് വന്നിട്ടുള്ളത്. ഇപ്പം പഞ്ചവത്സര പദ്ധതികൾ നിലവിലില്ല. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ 5 വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങളും അവയ്ക്ക് പുറമെ 20 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. USSRൽ നിന്ന് ആണ് നമ്മൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തത്. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ 2.9% വളർച്ചാ നിരക്കായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ 3.6% നേടാൻ കഴിഞ്ഞു. രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ 1956 മുതൽ 61 വരെ 4.5% ടാർഗറ്റ്, ലഭിച്ചത് 4.3%. തേർഡ് 5 ഇയർ പ്ലാൻ 1961 മുതൽ 66 വരെ 5.6 ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ്, 2.8% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് വരുന്ന 3 വർഷക്കാലം പ്ലാൻ ഹോളിഡേ ആണ്. 1966 മുതൽ 69 വരെ ഈ 3 വർഷക്കാലവും പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത്. നാലാമത്തെ 5 ഇയർ പ്ലാൻ 1969 മുതൽ 74 വരെ 5.7% ടാർഗറ്റ്, നമുക്ക് നേടാൻ കഴിഞ്ഞത് 3.3%. അഞ്ചാമത്തെ 5 ഇയർ പ്ലാൻ 1974 മുതൽ 79 വരെ 4.4% ടാർഗറ്റ്, നമുക്ക് ലഭിച്ചത് 4.8%. ആറാമത്തെ 5 ഇയർ പ്ലാൻ 1980 മുതൽ 85 വരെ 5.2 ടാർഗറ്റും 6% നേടാൻ കഴിഞ്ഞു. സെവൻത്ത് 5 ഇയർ പ്ലാൻ 5% നമുക്ക് ടാർഗറ്റ്, 6% കിട്ടി 1985 മുതൽ 90. എയ്ത്ത് 5 ഇയർ പ്ലാൻ 1992 മുതൽ 97 വരെ 5.6% നമ്മുടെ ടാർഗറ്റ്, പക്ഷേ 6.8% നേടാൻ കഴിഞ്ഞു. ഒൻപതാമത്തെ 5 ഇയർ പ്ലാൻ 1997 മുതൽ 2002 വരെ 6.5% ടാർഗറ്റ്, ആക്ച്വൽ 5.4%. ടെൻത്ത് 5 ഇയർ പ്ലാൻ 2002 മുതൽ 2007 വരെ ടാർഗറ്റ് 8% ആക്ച്വലി 7.6% നേടാൻ കഴിഞ്ഞത്. 2007 മുതൽ 2012 വരെ 11ാമത്തെ 5 ഇയർ പ്ലാൻ 8% വളർച്ചാ നിരക്കാണ് കൈവരിക്കാൻ കഴിഞ്ഞത്, 9% ലക്ഷ്യം. 2012 മുതൽ 17 വരെ 12ാമത്തെ 5 ഇയർ പ്ലാൻ 8% നമ്മൾ ലക്ഷ്യം വെച്ചത്. ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ലക്ഷ്യം ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. തേർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, സെൽഫ് സഫിഷ്യൻസി ഇൻ ഇക്കണോമി. ഫോർത്ത് സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഫിഫ്ത്ത് റിമൂവൽ ഓഫ് പോവേർട്ടി. ആറാമത്തെ 5 ഇയർ പ്ലാൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. 7 മോഡേണൈസേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. 8 ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. 9 റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. 10 ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. 11 ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ. 12 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കേന്ദ്ര ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നതാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട്. ഹറോൾഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ് ആണ്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ സാമൂഹിക വികസന പദ്ധതി, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. 1952 വന്ന നാഷണൽ എക്സ്ചേഞ്ച് സർവീസും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതിനോടനുബന്ധിച്ച് 5 IITകളും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നിട്ടുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ 1955 വന്നത്. ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികളായ ബക്രാനങ്കൽ, ഹിരാക്കുണ്ട്, ദാമോദർ വാലി എന്നിവയും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത്. 2.1% നമ്മുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത്, എന്നാൽ 3.6% ലഭിക്കുകയും ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു.
രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നും മെഹലനോബിസ് മോഡൽ എന്നും അറിയപ്പെടുന്നു. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിലാണ് ഇത് അവതരിപ്പിച്ചത്. ദേശീയപാതാ നിയമം 1956 നിലവിൽ വന്നു. രണ്ടാം വ്യാവസായിക നയം 1956 നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. 4.5% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത്. എന്നാൽ 4.3% ലഭിച്ചത്. മോഡറേറ്റ് ആയിട്ട് നിന്ന ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 നിലവിൽ വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം പദ്ധതി ഒരു പരാജയമായിരുന്നു. ഹരിത വിപ്ലവം വന്നതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നതും ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നതും മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷക്കാലമാണ്. 1966 മുതൽ 69 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഫ്ലഡ് 1960 നടന്നതും നാലാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയതാണ്. 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. 3.3% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നിവയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ 20 പോയിന്റ് പ്രോഗ്രാം 1975 നടപ്പാക്കി. ഗരീബി ഹഠാവോ പദ്ധതി നടപ്പിലാക്കിയതും ആ മുദ്രാവാക്യവും വന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചു. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974-75 നടപ്പിലാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് 1978 ഒരു വർഷം മുൻപേ തന്നെ പദ്ധതി അവസാനിപ്പിച്ചു. 4.4 വളർച്ചാ നിരക്ക് 4.8% കൈവരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന 2 വർഷക്കാലം റോളിംഗ് പ്ലാൻ എന്നറിയപ്പെട്ടു. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ വന്നത്. സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള വളർച്ച എന്നതാണ് മുദ്രാവാക്യം. റോളിംഗ് പ്ലാൻ എന്ന ആശയം ഗുണ്ണാർ മിർഡാലിൻ്റെതാണ്. ഏഷ്യൻ ഡ്രാമ എഴുതിയത് ഗുണ്ണാർ മിർഡാലാണ്. ഒരു വർഷത്തേക്ക് മാത്രമായി നടപ്പിലാക്കുന്ന പ്ലാനാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ വർഷത്തെ നേട്ടങ്ങളും മറ്റും അപഗ്രഥിച്ച് അവയിൽ നിന്ന് ലഭ്യമാകുന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷത്തെ റോളിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത്. അതിനുശേഷം 1950 മുതൽ 80 വരെയുള്ള കാലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഈ വളർച്ചാ നിരക്കിനെ ഹിന്ദു വളർച്ചാ നിരക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. രാജ് കൃഷ്ണയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. ആറാം പഞ്ചവത്സര പദ്ധതി. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയാണ് ലക്ഷ്യം. RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതും ആറാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കി ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ നടപ്പിലാക്കിയതും ആറാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 5.2% ലക്ഷ്യം വെച്ചത്. നേടാൻ കഴിഞ്ഞത് 5.7%. ഏഴാം പഞ്ചവത്സര പദ്ധതി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹ്യനീതി എന്നിവയായിരുന്നു ലക്ഷ്യം. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലയ്ക്ക് വൻ പുരോഗതിയുണ്ടായ സമയമാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ വർഷമാണ്. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം നൽകിയത് രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവായ സാം പിത്രോഡയാണ്.
ഇന്ദിരാ ആവാസ് യോജനയും സ്പീഡ് പോസ്റ്റും സെബിയും വന്നത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1990 മുതൽ 92 വരെയുള്ള കാലം വാർഷിക പദ്ധതി ആനുവൽ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടത്. 8ാം പഞ്ചവത്സര പദ്ധതി ഹ്യൂമൻ ഡെവലപ്മെന്റിനും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയായിരുന്നു ലക്ഷ്യം. 15 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവരുടെ ഇടയിൽ നിന്ന് നിരക്ഷരത പൂർണ്ണമായും തുടച്ചു നീക്കുകയും അതുവഴി പ്രാഥമിക വിദ്യാഭ്യാസം രാജ്യത്ത് സാർവത്രികമാക്കുകയുമായിരുന്നു ലക്ഷ്യം. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് എന്നിവ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 ആരംഭിച്ചതും 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5.6% വളർച്ചാനിരക്കിന്റെ ലക്ഷ്യം 6.8% വളർച്ചാനിരക്ക് കൈവരിക്കാൻ സാധിച്ചു. 9ാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് തുടങ്ങിയതാണ്. 9ാം പഞ്ചവത്സര പദ്ധതി ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയിലെത്തിക്കൽ എന്നിവയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകി. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടു. രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നതും ഓപ്പറേഷൻ ശക്തി നടന്നതും കുടുംബശ്രീ ആരംഭിച്ചതും വുമൺ കോമ്പോണന്റ് പ്രൊജക്ട് തുടങ്ങിയതും 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി സർവശിക്ഷ അഭിയാൻ SSA 2001 തുടങ്ങിയതും പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 വന്നതും 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 6.5% ലക്ഷ്യമിട്ടത്. 5.4% വളർച്ചാനിരക്ക് കൈവരിക്കാൻ സാധിച്ചു. 10ാം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം. ഓരോ വർഷത്തിലും 8% GDP വളർച്ചാനിരക്ക് കൈവരിക്കുകയും ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10ാം പഞ്ചവത്സര പദ്ധതി. NREGP ആരംഭിച്ചതും 10ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. കേരള മോഡൽ എന്നറിയപ്പെടുന്നതും 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8% നമ്മൾ ലക്ഷ്യം വെച്ചത്. 7.6% വളർച്ചാനിരക്കാണ് കൈവരിക്കാൻ സാധിച്ചത്. 11ാം പഞ്ചവത്സര പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകി. ആധാർ പദ്ധതി, ആം ആദ്മി ബീമ യോജന എന്നിവ നടപ്പിലാക്കിയത് 11ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 9% വളർച്ചാനിരക്ക് ലക്ഷ്യം വെച്ചതെങ്കിലും 8% വളർച്ചാനിരക്ക് കൈവരിക്കാൻ സാധിച്ചത്. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നീ 3 ലക്ഷ്യങ്ങളോടെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖയിൽ 9% വളർച്ചാ നിരക്കായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ 2012 ഡിസംബറിൽ ചേർന്ന ദേശീയ വികസന സമിതിയുടെ യോഗം ഇത് 8% കുറച്ചു. ഇങ്ങനെ 12 പഞ്ചവത്സര പദ്ധതികളായിരുന്നു ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. 2017 പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു.